പണ്ടത്തെ സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിൽ നിന്നും, അതായത് ഇന്നത്തെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 4 പേരടങ്ങുന്ന ഒരു ചെറു സംഘം കൊളംബിയ ലക്ഷ്യമാക്കി പോകുകയാണ്. അവരുടെ ലക്ഷ്യം ഒരു വേട്ടയാണ്. റഷ്യൻ വനങ്ങളിൽ കാണാൻ കഴിയാത്ത, കേട്ട് മാത്രം പരിചയമുള്ള ഒരു ജീവിക്ക് വേണ്ടിയാണ് അവരുടെ ഈ യാത്ര. ഇതിനു മുന്നേ അവർ പല ബ്രൗൺ കരടികളെയും അതുപോലെ അമൂർക്കളെയും വെടിവെച്ച് കൊന്നിട്ടുണ്ട്, വളരെ നിസാരമായി. അങ്ങനെയുള്ളവർ എന്തിനു വേണ്ടിയാണ് കൊളംബിയ ലക്ഷ്യമാക്കി പോകുന്നത്? സത്യത്തിൽ കൊളംബിയ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. കൊളംബിയയുടെ അതിരി പങ്കിട്ട് നിൽക്കുന്ന ആമസോൺ വനങ്ങളാണ്. ആമസോൺ വനം ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും മനുഷ്യന് അറിയുവാൻ കഴിയാത്ത പല ജീവിവർഗങ്ങളും ആമസോൺ കാടുകളുടെ ഉൾവനങ്ങളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത ട്രൈബുകളും. എന്നാൽ ഇവർ തേടിപ്പോകുന്നത് ആമസോൺ വനങ്ങളിലെ ഉൾവനങ്ങളിൽ വിഹരിച്ച് നടക്കുന്ന, കേട്ട് മാത്രം പരിചയമുള്ള ജാഗ്വാറുകളെയും അതുപോലെ കരിമ്പുലികളെയും വേട്ടയാടുവാൻ വേണ്ടിയാണ് അവർ ആമസോൺ വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. കൊളംബോയിലെ ലിറ്റേഷ്യയിൽ എത്തിയതിനു ശേഷം അവിടുത്തെ ലോക്കൽ ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കിയ ശേഷം അവർ വഴി വേണം അവർക്ക് അവർ തെളിക്കുന്ന വഴിയിലൂടെ ആമസോൺ കാടുകളിലേക്ക് കടക്കുവാനും അവിടെയുള്ള ട്രൈബുകളുടെ ഗ്രാമത്തിൽ താമസിക്കുവാനും ജാഗോറുകളെ പറ്റിയും കരിമ്പുലികളെ പറ്റി കൂടുതൽ പഠിക്കുവാനും. അതിനേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകിയത് ആമസോൺ കാടുകളെ പറ്റി പഠിക്കുവാൻ വേണ്ടിയാണ്, പരിചയപ്പെടുവാൻ വേണ്ടിയാണ്. ആമസോൺ വനങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയുവാനും അതിനെ പ്രതിരോധിക്കുവാനും വേണ്ടിയാണ്. അവർ കേട്ട് മാത്രം പരിചയമുള്ള ജാഗ്വാറുകളെയും ബ്ലാക്ക് പാന്തറുകളെയും പിടികൂടി കൊന്നതിന് ശേഷം അതിൻ്റെ തൊലിയും ശരീരവുമെല്ലാം മോസ്കോയിലേക്ക് കടത്തണം. അവിടുത്തെ വിപണിയിൽ അതിന് വൻ വിലയാണുള്ളത്. അതിനാൽ തന്നെ ചോദിക്കുന്ന പണം കൊടുത്ത് വാങ്ങിക്കുവാനും ആളുകൾ ഏറെയാണ്. ഇതൊക്കെ ആയിരുന്നു അവിടേക്ക് പോകുമ്പോൾ അവരുടെ ലക്ഷ്യം. എന്നാൽ അവിടേക്ക് വന്ന് അവർ നേരിടേണ്ടി വന്നത് അവർ ഇന്നുവരെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കഠിനവും പ്രയാസമായ പ്രതിസന്ധികളാണ്. അതുമാത്രമല്ല, അവരുടെ കൂടെ അവിടേക്ക് വന്ന ഒരാളുടെ ജീവനും അവർക്കവിടെ ബലി കഴിക്കേണ്ടി വന്നു, ബ്ലാക്ക് പാന്തറിനെ കൊല്ലുവാൻ വേണ്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ബ്ലാക്ക് ഹണ്ട് സ്ക്വാഡ് എന്ന പേരിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു വേട്ട സംഘത്തിന്റെ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കഥ തുടരും മുന്നേ നമ്മുടെ പഴയ ചാനൽ നഷ്ടപ്പെട്ടു പോയ വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞു കാണണം. ചാനൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിൽ അതിൽ നമ്മൾ ചെയ്തു വെച്ച പല കഥകളും നഷ്ടമായി. ആരുടെയെങ്കിലും കൈകളിൽ നമ്മൾ ചെയ്തു വെച്ച ആ പഴയ കഥകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു മെയിൽ അയയ്ക്കുക. അതിലുപരി നിങ്ങൾ എൻ്റെ പഴയ ചാനലിന് തന്ന സപ്പോർട്ട് എൻ്റെ പുതിയ ചാനലിനും നൽകുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തി വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ പുതിയ കഥകൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും 8 മണിക്കാണ്. ഒലീഗ ലിയ എന്ന 26 വയസ്സ് പ്രായം വരുന്ന ഒരു റഷ്യൻ യുവതി ഏതാണ്ട് 6 മാസക്കാലമായി സോവിയറ്റ് യൂണിയന്റെ പല ഭാഗങ്ങളിലായി അവൾ ചുറ്റിക്കറങ്ങുകയാണ്. അവൾ എന്തിനു വേണ്ടിയുള്ള തെരച്ചിലിനാണ്. എന്തൊക്കെയോ അറിയുവാനും വേണ്ടിയും കണ്ടെത്താനും വേണ്ടിയുമാണ് അവൾ ഇങ്ങനെ 6 മാസക്കാലം തൻ്റെ വീട്ടിൽ നിന്നും മാറി നിന്നത്. 6 മാസത്തിന് ശേഷം അവൾ ജോർജിയയിലെ തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന തൻ്റെ മാതാപിതാക്കളെ കാണുകയും അവൾക്ക് വേണ്ട സാധനങ്ങളും പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ റൈഫിലും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു. അവൾ തിരികെ മടങ്ങി പോകുന്നതിന് മുന്നേ അവരുടെ മാതാപിതാക്കളോട് അവൾ പറഞ്ഞത് ഇതായിരുന്നു: ഒരുപക്ഷെ ഞാൻ ഇവിടേക്ക് തിരികെ മടങ്ങി വന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, എന്നെ ഓർത്ത് കരയരുത്. ഈ വാചകങ്ങളായിരുന്നു അവളുടെ മാതാപിതാക്കളോട് അവൾ പറഞ്ഞത്. അതിനുശേഷം ഒരു നിറപുഞ്ചിരിയോടെ അവൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവളുടെ പിതാവായ മാർക്കസിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മകൾ പുറത്തേക്ക് പോകുന്നതും സാഹസിക യാത്രകൾ നടത്തുന്നതിനുമെല്ലാം അവളുടെ പിതാവ് എതിരായിരുന്നു. അത് വേറെയൊന്നും കൊണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ഒരു പിതാവിൻ്റെ വാത്സല്യം കാരണമായിരിക്കാം, സ്നേഹം കാരണമായിരിക്കാം, അവൾ തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ചിന്ത കൊണ്ടായിരിക്കാം. തുടക്കകാലങ്ങളിൽ അയാൾ ഒരുപാട് ശാസിച്ചെങ്കിലും പിന്നീട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പിന്നീട് അദ്ദേഹം മൗനം പാലിച്ചത്. എങ്കിലും അയാളുടെ വിയോജിപ്പുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ച് കാണാൻ കഴിയുമായിരുന്നു. അവളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യയിലെ മോസ്കോ നഗരത്തിലേക്കാണ്. ജൂൺ 25-ന് അവൾ അവിടേക്ക് വരുമെന്ന വിവരം
ബാക്കിയുള്ള 3 പേരോടും അവൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർ 3 പേരും മോസ്കോയിൽ തന്നെ കാണണമെന്നും അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ അവൾ മോസ്കോയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇനിയും നമ്മുടെ കഥയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ 3 പേരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഒരാൾ ഇവാൻ ഡാമിയൻ. അയാളാണ് ഈ കഥയിലെ ലീഡിംഗ് ക്യാരക്ടർ. അയാളിലൂടെയാണ് ഈ കഥ ഇനിയും മുന്നിലേക്ക് പോകാൻ പോകുന്നത്. ഇവാൻ ഡാമി ഏകദേശം 30 വയസ്സ് പ്രായമുണ്ട് അയാൾക്ക്. എല്ലാ സാഹസികമായ യാത്രകൾക്കും നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹമാണ്. എല്ലാ വേട്ടകൾക്ക് ആവശ്യമായ പ്ലാനുകളും പദ്ധതിയും തയ്യാറാക്കുന്നതും അദ്ദേഹമാണ്. എന്തിനേറെ പറയണം, അവർ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ തലയും മറ്റവശിഷ്ടങ്ങളും കച്ചവടം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ആ ടീമിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാന്നിധ്യം തന്നെയാണ് ഇവാൻ. ഇഗോറിനെയും ഒലീഗയും മിലാങ്കയും പ്രതീക്ഷിച്ച് അയാൾ തന്റെ മോസ്കോയിലെ ഭവനത്തിലിരിക്കുകയാണ്. ഇഗോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മികച്ച നായാട്ടുകാരനാണ്. ഇതിനോടകം തന്നെ ഏകദേശം 4-5 സൈബീരിയൻ കടുവകളെ അയാൾ വേട്ടയാടി കൊന്നിട്ടുണ്ട്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് അർമേനിയയിൽ നിന്നുമാണ്. ആദ്യം ഇഗോർ ആയിരുന്നു ഇവാന്റെ വീട്ടിലേക്ക് കയറി വന്നത്. തൊട്ടു പിന്നാലെ ഒലീഗയും. ഒലീഗ ആരാണെന്ന കാര്യം നമ്മൾ കഥ തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതിനാൽ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനിയും നമ്മൾ പോകാൻ പോകുന്നത് 3ാമത്തെ ക്യാരക്ടറിലേക്കാണ്, മിലാങ്കയുടെ ക്യാരക്ടറിലേക്ക്. മിലാങ്കയും ഒരു മോസ്കോക്കാരൻ തന്നെയാണ്. ഇവാന്റെ സുഹൃത്തും കളിക്കൂട്ടുകാരനുമാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരം ബ്രൗൺ കരടികളെ വേട്ടയാടുവാൻ വേണ്ടിയാണ്. അതിനുള്ള കെണികളും കാര്യങ്ങളും വെച്ചതിന് ശേഷം അതിനെ വെടിവെച്ച് കൊല്ലുന്നതിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൗതുകം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 4 ബ്രൗൺ കരടികളെ, സാമാന്യം വലിപ്പമുള്ള 4 ബ്രൗൺ കരടികളെ അയാൾ പിടികൂടിയിട്ടുണ്ട്, ജീവനോടെയും അല്ലാതെയും. അങ്ങനെ സമയം 4 മണിയായതോടെ എല്ലാവരും ഇവാന്റെ വീട്ടിൽ ഒത്തുകൂടി. എല്ലാവരും വലിയ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പോടെയാണ് അവിടേക്ക് എത്തിയത്. അതിനോടൊപ്പം അവരുടെ കൈവശം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൈഫിലുകളും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട റൈഫിലുകൾ എന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവർ കൈകാര്യം ചെയ്യുന്ന റൈഫിലുകളായിരിക്കാം, അതും അവരുടെ കൈക്ക് ഇണങ്ങിച്ചേർന്നവ. പിറ്റേന്ന് രാവിലെ പുറപ്പെടേണ്ടതിന്റെ പദ്ധതികളും കാര്യങ്ങളും അവർ അവിടെ തയ്യാറാക്കി. പിറ്റേന്ന് പുലർച്ചെ തന്നെ മോസ്കോയിൽ നിന്നും അവർക്ക് കൊളംബോയിലേക്ക് പോകേണ്ടതുണ്ട്. കൊളംബോയിലെ ലിറ്റേഷ്യ എന്ന സ്ഥലത്തേക്കാണ് അവർക്ക് എത്തിച്ചേരേണ്ടത്. ലിറ്റേഷ്യ എന്ന സ്ഥലം ആമസോൺ വനവുമായി ഏറ്റവും അടുത്ത് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അതും മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അതിരിലൂടെ ആമസോൺ നദി ഒഴുകുന്നു. ആമസോൺ നദിയാണ് ബ്രസീലിനെയും പെറുവിനെയും ആ സ്ഥലത്ത് നിന്നും അതിർത്തി തിരിച്ചു നിർത്തിയിരിക്കുന്നത്. ഒറ്റത്തടിയിൽ തീർത്ത പല വലിയ വഞ്ചികളും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും യാത്രകൾ ചെയ്യുവാൻ വേണ്ടി ആമസോൺ നദിയിലൂടെ. ആമസോൺ നദിയെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. പിരാന മത്സ്യങ്ങളുടെയും ബ്ലാക്ക് ഹെയ്മൺ എന്ന ഭീമാകാരമായ മുതലകളുടെയും ആവാസവും അവിടെയാണ്. എന്തായാലും അവരുടെ പദ്ധതി പ്രകാരം ജൂൺ 26-ാം തീയതി, അതായത് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അവർ മോസ്കോയിൽ നിന്നും കൊളംബോ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അത് അവസാനിച്ചത് ജൂൺ 27-ാം തീയതിയാണ്. 27-ാം തീയതി വൈകുന്നേരമായപ്പോഴേക്കും അവർ കൊളംബോയിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ഒരു ചെറു പട്ടണത്തിൽ അവർ ഒരു ദിവസം താമസിച്ചു. അവരുടെ യാത്രാക്ഷീണം അകറ്റിയതിനു ശേഷം പിറ്റേ ദിവസം കാലത്ത് തന്നെ ലെറ്റീഷ്യ എന്ന ചെറു പട്ടണം ലക്ഷ്യമാക്കി അവർ യാത്ര തുടങ്ങി. ആൽഫ്രഡോ വെസ്കൂസ് എന്ന എയർപോർട്ടിലേക്കായിരുന്നു അവർ യാത്ര ചെയ്തത്, കൊളംബോയിൽ നിന്നും ആൽഫ്രഡോ വെസ്കൂട്ട് എന്ന എയർപോർട്ടിലേക്ക്. അങ്ങനെ അവർ ലെറ്റീഷ്യ എന്ന ചെറു നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ഒരു ചെറു ഹോട്ടലിൽ അവർ താമസിച്ചു. ലെറ്റീഷ്യയുടെ അതിലൂടെ കടന്നു പോകുന്ന ആമസോൺ നദി അതിമനോഹരമായ കാഴ്ചയാണ് അവർക്ക് ഏകിയത്. അതിലൂടെ ചെറു വള്ളങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. കൂടുതലും ആമസോൺ കാടുകളെക്കുറിച്ച് കാണുവാനും അതിലൂടെ യാത്ര ചെയ്യുവാനും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഏകദേശം വൈകുന്നേരമാകുമ്പോഴേക്കും അവരെല്ലാം തിരികെ എത്താറുമുണ്ട്. അവരാരും തന്നെ ആമസോൺ വനത്തിലേക്ക് കയറിപ്പോകണമെന്നോ അവിടെ ഒരു മാസം താമസിക്കണമെന്നോ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. അങ്ങനെ ആ സംഘം ലെറ്റീഷ്യയിൽ ഏകദേശം ഒരാഴ്ചക്കാലം ചെലവഴിച്ചു. അതിനിടയിൽ അവർ പല പ്രാവശ്യവും ആമസോൺ നദിയിലൂടെ ആമസോൺ കാടുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. അതിനിടയിൽ അവർ 2-3 തവണ ആമസോൺ വനത്തിലേക്ക് കയറി പോകുവാനും ശ്രമിച്ചിരുന്നു. എന്നാൽ അതികഠിനമായ പാതകളിലൂടെ മുന്നിലേക്ക് പോകുന്നത് വലിയ മണ്ടത്തരമാണെന്ന് അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി. അവിടെ തൂങ്ങി നിൽക്കുന്ന വള്ളികളും മരങ്ങളും മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂപ്പലുകളുമെല്ലാം അവർക്ക് ഭയമേകി. ചെളിയും കുറ്റിക്കാടുകളും കൊതുകുകളുമെല്ലാം അവരെ നാട്ടിലേക്ക് തന്നെ തുരത്തി ഓടിച്ചു. അതിലുപരി ആ വലിയ വനത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയാൽ ഉണ്ടാകുന്നതിൻ്റെ ദോഷഫലങ്ങളും അവരെ ഒരു നിമിഷത്തേക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതിനാൽ തന്നെ പരിചയമില്ലാത്ത വനത്തിലേക്ക്, വനത്തെപ്പറ്റിയും വനപാതയെപ്പറ്റിയും അറിയാത്ത
ആളുടെ സഹായമില്ലാതെ പോകുന്നത് മണ്ടത്തരമാണെന്ന കാര്യവും അവർക്ക് മനസ്സിലായി. അങ്ങനെ ഐവയും മിലാങ്കയും ഇഗോറും ഒലീഗയുമെല്ലാം ഒരാളുടെ സഹായത്തിനു വേണ്ടി ലോക്കലായിട്ടുള്ള അവിടെ താമസിക്കുന്ന എന്നാൽ വനത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കുന്ന ഒരാളെ പറ്റിയുള്ള അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ ഒരാഴ്ചകൾക്കപ്പുറം മിലാങ്ക ഒരാളെ കണ്ടെത്തി. വർഷങ്ങൾക്ക് മുന്നേ വനം ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് കുടിയേറി പാർത്ത ഒരാളായിരുന്നു അയാൾ ജനിച്ചതും വളർന്നതുമെല്ലാം വനത്തിലാണ്. വനപാതയും വനമൃഗങ്ങളും ആമസോൺ വനത്തെപ്പറ്റി ഏകദേശ രൂപമെല്ലാം അയാൾക്കുണ്ട്. അവിടെ എന്തൊക്കെ കഴിക്കണം, അവിടെ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അയാളുടെ പേരാണ് കെബ്ര. അയാൾക്ക് അവർ നല്ലൊരു തുക പ്രതിഫലമായി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ ആകൃഷ്ടനായാണ് അയാൾ ഇവരെ സഹായിക്കാം എന്ന് പറഞ്ഞത്. അയാൾക്കാണെങ്കിൽ അവരുടെ ഗോത്രഗ്രാമത്തിലേക്ക് പോകുകയും അവിടുത്തെ പഴയ ആളുകളെ കാണുവാനും അവരുടെ ഭാഷയും കൈകാര്യം ചെയ്യുവാനും കഴിയും. അതിനാൽ തന്നെ വേണമെങ്കിൽ ഒരു മാസക്കാലം അവർക്ക് അവിടെ താമസിക്കുവാനും സാധിക്കും. ഒരു മാസം കഴിഞ്ഞ് ഇയാൾ തന്നെ അവിടേക്ക് മടങ്ങി വന്ന് അവരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന ഉറപ്പും നൽകി. ഇത്രയും വലിയൊരു ഓഫർ തള്ളിക്കളയുവാൻ ആ 4 അംഗ സംഘത്തിന് ആകുമായിരുന്നില്ല. എന്നാൽ കെബ്ര 2 ദിവസത്തെ സമയം അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. ആ 2 ദിവസം കൊണ്ട് നിങ്ങൾ വനത്തിലേക്ക് പോകുവാനുള്ള ഏകദേശം 10-15 ദിവസത്തേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള സാധനങ്ങളും ആഹാരങ്ങളും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുവാൻ അവരോട് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്നും ഇറങ്ങി. ഇവാനും സംഘവും ലിറ്റീഷ്യ എന്ന പട്ടണത്തിലേക്ക് ഇറങ്ങുകയും അവർക്ക് വേണ്ട സാമാന്യം സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. കൂടുതലും ആഹാര സാധനങ്ങളാണ് അവർ വാങ്ങിച്ചത്. ഒലീഗയ്ക്ക് ഇവാനോട് ഒരു ചെറിയ പ്രണയമുണ്ടായിരുന്നു. അത് അവൾ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അത് അവൻ്റെ സ്വഭാവം കൊണ്ടാണ്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആരാലും പറയുവാൻ സാധിക്കുകയില്ല. രണ്ടുപേരുടെ സ്വഭാവം തമ്മിൽ ചേർന്ന് പോകില്ല എങ്കിലും അവൾക്ക് അവനെ വലിയ ഇഷ്ടമാണ്. ഈ യാത്രയിൽ അത് അവനോട് പറയണമെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഇവൻ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു മാസത്തെ യാത്രയ്ക്ക് വേണ്ടി അവർ അവിടേക്ക് പോകുകയാണ്. അവരുടെ ലക്ഷ്യം ആ കരിമ്പുലിയാണ്, അല്ലെങ്കിൽ ജാഗോറാണ്. അതിനെ കിട്ടിയില്ല എങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ ശ്രമം ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് പോകും. എന്നാൽ ഇവാന്റെ സ്വഭാവം അനുസരിച്ച് അവൻ നാട്ടിലേക്ക് പോകുവാൻ തയ്യാറാകില്ല. വേണമെങ്കിൽ ആ വനത്തിൽ തന്നെ കിടക്കും. എത്ര നാൾ വേണമെങ്കിലും അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ആളുകളാണ് അവൻ്റെ കൂടെയുള്ള 3 പേരും. പ്രത്യേകിച്ച് ഒലീഗ. അവളെ കൊണ്ട് പറ്റില്ല എന്ന് ബോധ്യമുള്ള കാര്യങ്ങളൊന്നും അവൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇങ്ങനെ 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണവർ. എങ്കിലും കഥ മുന്നിലേക്ക് പോകുമ്പോൾ എന്താകുമെന്ന കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ അവർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. കെബ്ര അവരുടെ അരികിലേക്ക്, അവരുടെ ഹോട്ടലിലേക്ക് പുലർച്ചെ തന്നെ എത്തിച്ചേർന്നു. അയാൾക്ക് വേണ്ട സാധനങ്ങളും മറ്റും അയാൾ എടുത്തിരുന്നു. വനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അയാൾ കുറച്ച് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. അത് ഇങ്ങനെയാണ്: മനുഷ്യന് അറിയുവാൻ കഴിയാത്ത നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്ന വനത്തിലേക്കാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുവാൻ പോകുന്നത്. വനത്തിന് വനത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ചതുപ്പുകളും ചെളികളും വള്ളികളും എല്ലാം നിങ്ങളെ തടഞ്ഞെന്ന് വരാം. നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തിയെന്ന് വരാം. അതെല്ലാം തരണം ചെയ്ത് വേണം നിങ്ങൾ മുന്നിലേക്ക് പോകുവാൻ. നമ്മൾ 10 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും അത് 10 ദിവസത്തെ യാത്രയായിരിക്കില്ല. ഒരു പക്ഷേ അത് 15 ദിവസമായിരിക്കാം, ഒരു പക്ഷേ അത് 20 ദിവസമായേക്കാം. അത് കാടിനെയും അവിടുത്തെ അവസ്ഥയെയും ചുറ്റിപ്പറ്റിയാണ്. ആമസോൺ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം നമ്മളെ പിടികൂടാം. പക്ഷേ ആ പിടികൂടുന്ന അപകടം എന്താണെന്ന് നമ്മൾ മനസ്സിലായി വരുമ്പോഴേക്കും അത് നമ്മളുടെ ജീവൻ കവർന്നെടുത്തേക്കാം. ഈ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭംഗി കൊണ്ട് ഭ്രമിപ്പിക്കുന്ന, കൊതി വരുത്തുന്ന രീതിയിലുള്ള ഭക്ഷ്യ യോഗ്യമല്ലാത്ത ഫലങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കാഴ്ചയിൽ ഒരുപാട് രൂപസാദൃശ്യം തോന്നുകയും അവ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിക്കുകയും ചെയ്യും. എന്നാൽ അതിന് തുനിയരുത്. വനത്തിൽ പലയിടങ്ങളിലും അപകടം മറഞ്ഞിരിക്കുന്നുണ്ട്. അതിലൊന്ന് വിഷം നിറഞ്ഞ പഴങ്ങളാണ്. അവ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണ്. തേളുകളും പഴുതാരകളും മറ്റ് ക്ഷുദ്രജീവികളുടെയും ശല്യം വലിയ തോതിൽ തന്നെ ഈ വനത്തിലുണ്ട്. പാമ്പുകളും അനോകോണ്ടകളും പിന്നെ മറ്റ് ഇരപിടിയനായ ജീവികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ കേട്ടും കാണാത്തതുമായ കാര്യങ്ങളായിരിക്കാം ഇനി വനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ യാത്ര നിങ്ങൾക്ക് നരകതുല്യമായ യാതനകൾ തന്നെന്ന് വരാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രയിൽ നിന്നും പിന്മാറാം. നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. ഈ യാത്ര തുടങ്ങിയാൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാതെ തിരിച്ചു മടങ്ങുവാൻ സാധിക്കുകയില്ല.
ഇത്രയും കാര്യങ്ങളായിരുന്നു അയാൾ യാത്രയ്ക്ക് മുന്നേ അവർക്ക് മുന്നിൽ വെച്ചത്. ഇത്ര നാളും വനത്തോടും വന്യജീവികളോടും ഏറ്റുമുട്ടി ജീവിച്ചവരാണ് ഇവർ 4 പേരും. അതിനാൽ തന്നെ വളരെ നിസ്സാരമായി തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം അവർ ചെവിക്കൊണ്ടു. ഒരു ചെവി കൂടെ കയറ്റി മറ്റേ ചെവി കൂടെ കളഞ്ഞു. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇയാൾ എന്തൊക്കെയാണ് പുലമ്പുന്നത്, നമ്മളെയാണോ ഇയാൾ കാടിൻ്റെ നീതി പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം അവരുടെ മനസ്സിൽ. അവരെല്ലാം സമ്മതിച്ചു, യാത്രയ്ക്ക് തയ്യാറായി. പുലർച്ചെ തന്നെ അവർ വനത്തിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം അവർ പോയത് ആമസോൺ നദിയിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വഞ്ചിയിൽ കയറി അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അധിക ദൂരമൊന്നും അവർക്ക് ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുകയില്ല. എവിടെയാണ് ചുഴികൾ ഉണ്ടാകുക, എവിടെയാണ് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുക എന്നൊന്നും പറയുവാൻ സാധിക്കുകയില്ല. സുരക്ഷിതമായ കുറച്ചു ദൂരം സഞ്ചരിക്കാം എന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം വഞ്ചി കരക്കടിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും ഇറങ്ങി വനപാതയിലൂടെ നമുക്ക് ഗ്രാമം ലക്ഷ്യമാക്കി നടക്കാം. എങ്ങനെ പോയാലും കുറഞ്ഞത് 10 ദിവസം എടുക്കും. 10 ദിവസം ഈ വനത്തിലൂടെയുള്ള യാത്ര അതിഭയാനകമായിരിക്കും. ഇതെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവർ ആരും ചെവിക്കൊള്ളുന്നില്ല. അവർ മറ്റെന്തൊക്കെയോ ചിന്തിച്ചാണ് ആ വഞ്ചിയിലിരുന്നത്. ഒലീഗ ആ വനത്തിലേക്ക് അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവാൻ തൻ്റെ റൈഫിൾ തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഗോറും മിലാങ്കയും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കെബ്ര ആരോടൊന്നില്ലാതെ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സംസാരത്തിനിടയിൽ വീണത് അദ്ദേഹം പണ്ട് നടത്തിയ ഒരു നായാട്ടിൻ്റെ കഥയാണ്. അതായത് അയാളുടെ കുട്ടിക്കാലത്ത് അയാൾ കണ്ട ആ നായാട്ടിൻ്റെ കഥ. അത് പറയുവാൻ തുടങ്ങിയപ്പോഴേക്കും ഇവാന്റെ കാതും കണ്ണുകളും അയാളിലേക്ക് കേന്ദ്രീകരിച്ചു. ഇവാന്റെ മാത്രമായിരുന്നില്ല, ഒലീഗയുടെയും ഇഗോറിൻ്റെയും മിലാങ്കയുടെയും എല്ലാം ചെവികളും കാതുകളും അയാൾക്ക് കൊടുത്തു. കാരണം എന്താണെന്നല്ലേ, അവർ തിരക്കി വന്ന ജാഗ്വാറിന്റെ ഒരു വേട്ടക്കഥയായിരുന്നു അയാൾ അവരോട് പറഞ്ഞത്. ജാഗ്വാറുകൾ അവ പുലിയെപ്പോലെ തന്നെയാണ്, എന്നാൽ പുലിയേക്കാൾ ചെറുതാണ്. അവയുടെ ശരീരത്തെ അടയാളങ്ങൾ വളരെ വ്യത്യസ്തമാണ്, എന്നാൽ പുലിയേക്കാൾ കരുത്തവർക്ക് കൂടുതലാണ്. ആമസോൺ വനത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവിവർഗവും ഇവ തന്നെയാണ്. വേട്ടയാടുവാനും ഭയപ്പെടുത്തുവാനും കേമന്മാർ. അങ്ങനെ ഒരു ദിവസം അവരുടെ ആദിവാസി ഊരിലേക്ക് ഒരു ജാഗ്വാറിന്റെ കണ്ണു പതിഞ്ഞു. പതിയെ അവൻ ആ ഗ്രാമത്തെ ആക്രമിക്കുകയായിരുന്നു. ഗ്രാമീണർ വളർത്തിക്കൊണ്ടിരുന്ന ആടുകളെയും കോഴികളെയും എല്ലാം ജാഗ്വാർ പിടികൂടി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവർ അവരുടെ വളർത്തുമൃഗങ്ങൾക്ക് കാവലിരുന്നു. രാത്രി കാലങ്ങളിൽ ഏത് ജീവിയാണ് ഇവരുടെ ആദിവാസി ഊരിലേക്ക് പ്രവേശിക്കുന്നതും അവരുടെ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നതും എന്നറിയുവാൻ വേണ്ടി. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാതെ അവർ കാവൽ നിന്നു, വിഷം പുരട്ടിയ അമ്പുമായി. വിഷം പുരട്ടിയ അമ്പു ഒലിഗ എടുത്തു ചോദിച്ചു. അതെ, ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം തവളയുടെ ശരീരത്തിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ തവളയെ പിടികൂടി ആ വിഷം അമ്പിലേക്ക് പറ്റിച്ചു വെക്കുന്നു. അങ്ങനെയുള്ള അമ്പ് ജീവികളുടെയോ ജന്തുക്കളുടെയോ മനുഷ്യന്റെയോ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ ആ വിഷം മുറിവിലൂടെ ആ ജീവിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കുകയും അവ ബോധരഹിതയായി വീഴുകയോ മരിക്കുകയോ ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ വനത്തിൽ നായാട്ട് നടത്തുന്നതെന്നും അയാൾ പറഞ്ഞു. വിഷത്തവളകൾ അവയെ കാണുവാൻ വളരെ മനോഹരമായിരിക്കാം, എന്നാൽ അവയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വിഷമാണ്. അങ്ങനെ വിഷം പുരട്ടിയ അമ്പുകളുമായും സ്പീറുകളുമായും ഞങ്ങൾ ആദിവാസി ഗ്രാമത്തിന്റെ കുടിലുകളിൽ മറഞ്ഞിരുന്നു. കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് മുളകൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടുമാണ്. അതിനാൽ അതിന്റെ ഇടയിലെ വിടവുകളിലൂടെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാതെ കാത്തുനിന്നു. സമയം രാത്രിയായി കാണണം. മരത്തിന്റെ മുകളിൽ അനക്കം ഞങ്ങൾ കേട്ടു. എന്തോ ഒരു ജീവി മരത്തിന് മുകളിലൂടെ ശിഖരങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത് അറിയുവാൻ സാധിച്ചു. അതിനുശേഷം അവൻ നിലത്തേക്ക് ചാടി. വളർത്തുമൃഗത്തെ ഞങ്ങൾ കെണിയായി ഒരുക്കിയ ഭാഗം ലക്ഷ്യമാക്കി അവൻ നടന്നു. അവിടേക്ക് നടന്ന സമയം തന്നെ ഞങ്ങൾ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയ പോലെ വളർത്തു മൃഗമായ ആടിനെ കെട്ടിയിരിക്കുന്നത് കുടിലുകളെല്ലാം ചേരുന്നതിന്റെ മധ്യഭാഗത്താണ്. ആ മധ്യഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച രീതിയിലാണ് അവരുടെ അമ്പുകളും മറ്റും അവർ ചൂണ്ടി നിൽക്കുന്നത്. എപ്പോഴാണോ ആ ജാഗ്വാർ അവിടെ കെട്ടിയിരുന്ന ആടിനെ പിടികൂടിയത്, ആ സമയം തന്നെ അവിടെ നേരെ ലക്ഷ്യമാക്കി വെച്ചിരുന്ന ശരങ്ങൾ പാഞ്ഞു. അതവന്റെ ശരീരത്തിൽ എവിടെയൊക്കെയോ തറച്ചു കയറി കാണണം. അതിൽ പുരണ്ട വിഷം അവന്റെ ശരീരത്തിലേക്ക് കയറി കാണണം. അവന്റെ ഉച്ചത്തിലുള്ള ഒരു അലർച്ച ഞങ്ങൾ കേട്ടു. അതാ വനമാകെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. പിന്നെ നേരം പുലർന്നപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തിറങ്ങി അവൻ എന്താണ് പറ്റിയതെന്ന് നോക്കി. ശരങ്ങൾ ശരീരമാകെ ഏറ്റുവാങ്ങി അവനവിടെ ചത്തു കിടക്കുകയാണ്. അവന്റെ അരികിലായി അവന് കെണിവെച്ച ആടും അതിന്റെ ശരീരത്തും അമ്പുകൾ തറച്ചു കയറിയിരുന്നു. പിന്നീട് ഞങ്ങൾ ചെയ്തത്, അവിടെ നിന്നും ആ ജാഗ്വാറിന്റെ ശരീരം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ കെട്ടിത്തൂക്കിയിടുകയാണ് ചെയ്തത്. 4 കാലുകളിലും കയറ് കെട്ടി 4 ഭാഗത്തേക്ക് വലിച്ചു നിർത്തി
മരങ്ങളിൽ ബന്ധിപ്പിച്ച് കവാടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് നിർത്തി. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്നും നാട്ടിലേക്ക് കുടിയേറി പാർത്തു. അവിടേക്ക് വന്ന ഒരു പാതിരിയാണ് ഞങ്ങളെ ആദിവാസി ഊരിൽ നിന്നും പട്ടണത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ കഥ കേട്ടതും മറ്റു 3 പേരും ആശ്ചര്യത്തോടെ ഇവാനെ നോക്കി. ഇവാൻ പതിയെ കൊബ്രയോട് മറ്റേ കാര്യം തിരക്കി. ആമസോൺ വനങ്ങളുടെ ഉൾവനങ്ങളിൽ കരിമ്പുലികളെ കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് ശരിയാണോ എന്നായിരുന്നു ഇവാൻ ചോദിച്ചത്. അത് കേട്ടതും അയാൾ അല്പസമയം നിശബ്ദനായി നിന്നു. എന്നിട്ട് അയാൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അത് ശരിയാണ്. ആമസോൺ വനങ്ങളുടെ ഉൾവനങ്ങളിൽ അവയെ കാണുവാൻ സാധിക്കും. അവ രാത്രി കാലങ്ങളിലാണ് ഇര പിടിക്കുവാൻ ഇറങ്ങുന്നത്. ഇരുട്ടിനോട് ചേരുന്ന സമയം. ഇരുട്ടിൽ നിഴലുകളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമോ? അയാൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല, ഇവൻ പറഞ്ഞു. അതുപോലെയാണ് അവ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഇരുട്ടിൽ ചേർന്ന് നിൽക്കുന്ന അവയെ കാണുവാൻ പ്രയാസമാണ്. ഒരിക്കലും അവ പകൽ സമയങ്ങളിൽ വേട്ടയാടുവാൻ ഇറങ്ങുകയില്ല. അപൂർവമായി മാത്രമേ അവയെ പകൽ സമയങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരുമായി അകലം പാലിക്കുന്നതാണ് അവയ്ക്ക് കൂടുതൽ ഇഷ്ടം. മനുഷ്യരിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടാണ് അവ നിൽക്കുന്നത്. ആമസോൺ വനത്തിൽ കാണപ്പെടുന്ന ജാഗ്വാറിനേക്കാൾ കൂടുതൽ അപകടകാരി ഇവയാണ്. ഇവാൻ പിന്നീട് ചോദിച്ചത്, നമ്മളിപ്പോൾ പോകുന്ന ആദിവാസി ഊരിൽ എത്തിപ്പെട്ടാൽ അവിടെ ഞങ്ങൾ തമ്പടിക്കുകയാണെങ്കിൽ ഇവയെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? അതിന് യാതൊരു മറുപടിയും കെബ്ര കൊടുക്കുവാൻ തയ്യാറായില്ല. അയാൾ തികഞ്ഞ മൗനം പാലിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്ക് ജാഗ്വാറുകളെ കാണുവാൻ സാധിച്ചേക്കാം, എന്നാൽ കരിമ്പുലികളെ അതിനെ കാണുവാൻ നല്ല പ്രയാസമാണ്. ഒരു പക്ഷേ അതിനെ ആക്രമിക്കുവാൻ നിങ്ങൾ വരികയാണെന്ന് അതിന് മനസ്സിലായാൽ നിങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാകുകയുള്ളൂ, അയാൾ പറഞ്ഞു. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അയാൾ മുന്നിലേക്ക് തുഴഞ്ഞു. അല്പസമയത്തിന് ശേഷം വഞ്ചി കരക്കടിപ്പിച്ചു. ഇനിയും നമുക്ക് മുന്നിലേക്ക് തുഴഞ്ഞു പോകുവാനാകില്ല, അയാൾ പറഞ്ഞു. നമുക്കിനിയും ഇവിടെ ഇറങ്ങണം. ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഒരു പാതയുണ്ട്, ഒരു കാട്ടുപാത. ആരോ പണ്ട് വെട്ടിത്തെളിച്ച കാട്ടുപാതയാണ്. അതിപ്പോഴും ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് നടന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകാം. ഈ നദിയുടെ ഓരം ചേർന്ന് വേണം നമുക്ക് സഞ്ചരിക്കുവാൻ. അല്ലാത്ത പക്ഷം നമ്മൾ വഴിതെറ്റി ഉൾവനങ്ങളിലേക്ക് എത്തിപ്പെടാം. പിന്നീട് ഒരിക്കലും നമുക്ക് തിരികെ ഗ്രാമത്തിലേക്കോ നാട്ടിലേക്കോ വരുവാൻ കഴിയുകയില്ല, അയാൾ ഓർമ്മപ്പെടുത്തി. വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ നന്നേ അവർ പാടുപെട്ടു. അവർക്ക് മുന്നിൽ വളർന്നു നിന്ന വള്ളികളും ചെടികളുമെല്ലാം അവർ മുറിച്ചു മാറ്റി. അവർ മുന്നിലേക്ക് വെട്ടിയൊതുക്കി വഴിയുണ്ടാക്കി. അതിനുശേഷം കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്ന ശേഷം അവർ നദിക്ക് സമാന്തരമായി മുന്നിലേക്ക് നടന്നു നീങ്ങി. വനത്തിനുള്ളിലേക്ക് പ്രകാശം പോലും എത്തി നോക്കുവാൻ ഭയക്കുന്നതായി അവർക്ക് തോന്നി. ഇലകൾ അഴുകിയ ഗന്ധവും അവിടുന്നും ഇവിടുന്നുമെല്ലാം മാംസം അഴുകിയ പോലത്തെ ഗന്ധവും അവർക്ക് അറിയുവാൻ സാധിച്ചു. എന്തിൻ്റെയാണ് ഈ ഗന്ധമെന്ന് ഇവാൻ തിരക്കി. അപ്പോൾ കെബ്ര പറഞ്ഞു, ഇത് മാംസം അഴുകിയതിൻ്റെ ഗന്ധമല്ല. ഇവിടെ ഇപ്പോൾ ഏതോ കൂണ് പൂത്തിരിക്കുന്നു. ആ കൂണിൽ നിന്നും വരുന്ന ഗന്ധമാണിത്. പൂപ്പലിൻ്റെയും മറ്റും ഗന്ധം കൂടിക്കലർന്ന ഒരു ഗന്ധമാണ് ഈ വരുന്നതെന്ന് അയാൾ പറഞ്ഞു. അസഹനീയമായ ഗന്ധം സഹിച്ചു പിടിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് നീങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആ ഗന്ധവുമായി അവർ ഇഴുകിച്ചേർന്നു. പിന്നീട് അവർക്ക് ആ ഗന്ധം അറിയുവാൻ സാധിച്ചില്ല. വലിയ പാണ്ടക്കെട്ടുകൾ തോളെ തൂക്കിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. സാധനങ്ങളുമെല്ലാം അവരുടെ ബാഗുകളിലുണ്ട്. അവരുടെ കൈകളിൽ മുറുക്കെ റൈഫിളുകൾ പിടിച്ചിട്ടുണ്ട്. ആമസോൺ വനമാണ്, കൊടും കാടാണ്. ഏതു നിമിഷവും ഒരപകടം തങ്ങളെ തേടി എത്തിയേക്കാം എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. വൈകുന്നേരം ആകാറായപ്പോഴേക്കും ടെൻ്റ് അടിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം അവർ കണ്ടെത്തി. അവിടെ അവർ അവരുടെ സെറ്റിൽമെൻറ്റ് തയ്യാറാക്കി. താൽക്കാലികമായ സെറ്റിൽമെൻറ്റ്. അതിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുകയും അന്നത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. അവർക്കുള്ള ആഹാരം അതിന് മുന്നിലായി അവർ പാചകം ചെയ്ത് കഴിച്ചു. കെബ്രയുടെ മേൽനോട്ടത്തിൽ കുറച്ചു കാട്ടുമുയലുകളെ അവർ പിടിച്ചിരുന്നു. അതിനെ അവർ ചുട്ടു തിന്നുകയും ചെയ്തു. പകൽ മുഴുവൻ സഞ്ചരിച്ചതുകൊണ്ട് ഇവർ ആകെ ക്ഷീണിതരായിരുന്നു. ആ ക്ഷീണത്തിൽ അവർ അറിയാതെ ഉറങ്ങിപ്പോയി. നേരം പുലർന്നപ്പോൾ തന്നെ കെബ്ര അവരെയെല്ലാം വിളിച്ചുണർത്തി. നമ്മുടെ യാത്ര ഇനിയും തുടരേണ്ടതുണ്ടെന്നും അയാൾ പറഞ്ഞു. ഇങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്നും അയാൾ ഓർമ്മപ്പെടുത്തി. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവരുടെ സാധനങ്ങളും മറ്റും എടുത്തുകൊണ്ട് അവർ യാത്ര വീണ്ടും തുടങ്ങി. യാത്ര തുടങ്ങുന്നതിന് മുന്നേ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് തൊട്ടാണ് നമ്മുടെ വനത്തിലൂടെയുള്ള യഥാർത്ഥ യാത്ര തുടങ്ങുവാൻ പോകുന്നത്. ഇനിയും ധാരാളം തടസ്സങ്ങൾ നമുക്ക് മുന്നിലുണ്ടായേക്കാം. അതിനെയെല്ലാം തരണം ചെയ്ത് വേണം ഇനിയും മുന്നിലേക്ക് നീങ്ങുവാൻ. അത് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ യാത്ര തുടങ്ങി കുറച്ചു നേരം മുന്നിലേക്ക് നടന്നപ്പോൾ വല്ലാത്ത ഒരു മഴ പെയ്തു. ആ മഴയിൽ ആ 5 പേരും നനഞ്ഞു കുളിച്ചു. അവർ 5 പേരും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ തണലിലേക്ക് മാറി നിന്നു.
മഴയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി. ഒരു പരിധിവരെ അതവരെ സഹായിച്ചു. എങ്കിലും അവരുടെ വസ്ത്രങ്ങളും ഷൂവുകളും എല്ലാം വെള്ളത്തിൽ കുതിർന്നു. ഏകദേശം 1/4 മണിക്കൂർ അവരവിടെ കാത്തുനിന്നു. അതിനുശേഷമാണ് മഴ മാറിയതും അവർ മുന്നിലേക്ക് നടന്നു തുടങ്ങിയതും. അങ്ങനെ മുന്നിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ചെളി നിറഞ്ഞതും വൃത്തിഹീനതുമായ സാഹചര്യത്തിലൂടെ നടക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും അവരുടെ കാലുകൾ പുതഞ്ഞുപോയി. അവരുടെ ഷൂവിലേക്കും കാലുകളിലേക്കും ചെളി വന്നടിച്ചു. അവരുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് മുഷിഞ്ഞു നാറി. രക്തം കുടിക്കുന്ന അട്ടകൾ അവരുടെ കാലുകളിലും കൈകളിലുമെല്ലാം പറ്റിപ്പിടിച്ചു. വളരെ പ്രയാസപ്പെട്ട് അതിനെയെല്ലാം അവർ ഇളക്കിക്കളഞ്ഞ് മുന്നിലേക്ക് നടന്നു. അങ്ങനെ കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നപ്പോൾ അവരുടെ ഏറ്റവും പുറകിൽ നടന്നു വന്ന ഒലീഗ വിളിച്ചു പറഞ്ഞു, ഇനിയും അല്പം വിശ്രമിച്ചിട്ട് നമുക്ക് മുന്നിലേക്ക് നടക്കാം. ഇനി ഒരു അടി കൂടി നടക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന്. അത് കേട്ടതും അവരെല്ലാം അത് ആവർത്തിച്ചു പറഞ്ഞു, കൊബ്ര, ഇനി ഞങ്ങൾക്ക് നടക്കുവാൻ വയ്യ. അല്പസമയം നമുക്ക് വിശ്രമിച്ച ശേഷം മുന്നിലേക്ക് നടക്കാം. കൊബ്രയും അത് തലകുലുക്കി സമ്മതിച്ചു. അവർ അല്പസമയം കൂടി അവിടെ കാത്തുനിന്നു. അതിനുശേഷം വീണ്ടും അവരുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഏകദേശം ആ യാത്ര 6-7 ദിവസം നീണ്ടു നിന്നു. 6 ദിവസമായപ്പോഴേക്കും പലരുടെയും കാലുകളിൽ മുറിവുകളും ആ മുറിവിൽ അണുബാധയും ഉണ്ടായി. അവർ പിന്നീട് നടന്നത് അവരുടെ ഷൂ അഴിച്ചു മാറ്റി നഗ്നപാതരായാണ്. ഷൂ ഇടുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളും മറ്റും അവർക്കപ്പോൾ മനസ്സിലായി. അവരുടെ കാലുകൾ വേർപ്പും ഈർപ്പവും അടിച്ച് തൊലി അഴുകി പല ഫംഗസും അവരുടെ കാലുകളിൽ വന്നിരുന്നു. അതിനാൽ അതിൽ പലർക്കും നടക്കുവാനും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ വേണ്ടി അവർ അവരുടെ ഷൂ ഉപേക്ഷിച്ചു. നഗ്നപാതരായാണ് അവർ മുന്നിലേക്ക് നടന്നത്. അങ്ങനെ അവർ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ വലിയൊരു ഗ്രീൻ അനാക്കോണ്ടയെ കാണാനിടയായി. ആമസോൺ നദിയുടെ തീരത്ത് ഇരപിടിച്ച് കിടക്കുമ്പോഴാണ് അവർ അതിനെ കണ്ടത്. അവർ കുറച്ചുനേരം അതിനെ നോക്കി നിന്നു ആശ്ചര്യത്തോടെ. ഇത്രയും വലിയൊരു പാമ്പിനെ അവർ ആദ്യമായാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു. അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ അവർക്ക് ഈ യാത്രക്കിടയിൽ കാണുവാൻ സാധിച്ചു. തേളുകൾ, പഴുതാരകൾ, പിന്നെ ഫയർ ആൻറ്റുകൾ എന്നിവയും അവർക്ക് കാണുവാൻ സാധിച്ചു. ഒരു ഫയർ ആൻറ്റിൻ്റെ കടി ഇഗോർ ഏറ്റുവാങ്ങിയിരുന്നു. അദ്ദേഹം അത് പറയുന്നത് 1000 സൂചികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ്. അങ്ങനെ 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ കൊബ്ര പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അയാൾ ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിലേക്ക്. കൊബ്ര അവിടെ എത്തിയപ്പോൾ അയാളെ ആശ്ചര്യപ്പെടുത്തിയത് അവരുടെ അവിടുത്തെ വരവേൽപ്പായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട അയാളുടെ കൂട്ടുകാർ അയാൾക്കരികിലേക്ക് ഓടിയെത്തി വിശേഷങ്ങൾ പങ്കുവെച്ചു. അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ഈ വന്നവരെ പറ്റി അയാൾ അവരോട് പറഞ്ഞത്. ഇവർക്ക് 1 മാസം ഇവിടെ താമസിക്കേണ്ട കാര്യമുണ്ടെന്നും 1 മാസം കഴിഞ്ഞ് ഇവർ തിരികെ പൊക്കോളുമെന്നും പറഞ്ഞു. കാടിനെ പറ്റിയും കാട്ടുമൃഗങ്ങളെപ്പറ്റിയും പഠിക്കുവാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. അവരുടെ നിർബന്ധത്തിന് വരങ്ങി കൊബ്രയും 1 മാസക്കാലം അവിടെ താമസിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെ വന്നു. ഇവരെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോകാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്നാൽ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറ്റി. കാരണം ഒറ്റയ്ക്ക് ആമസോൺ വനത്തിലൂടെ സഞ്ചരിക്കുന്നത് അപകടകരമായ കാര്യമാണ്. അവർക്ക് താമസിക്കുവാനുള്ള ഒരു കുടിൽ അവിടുത്തെ ആളുകൾ ഒരുക്കി കൊടുത്തു. അവരുടെ സംസാര ഭാഷയൊന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എങ്കിലും കൊബ്രയിലൂടെ അവർ അവരോട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം ഉച്ചയായപ്പോഴാണ് അവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ആ ഗ്രാമം ചുറ്റിക്കാണുവാൻ വേണ്ടി അവർ 4 പേരും ഇറങ്ങി. അവർ കൊബ്രയെ കൂട്ടാതെ ആ ഗ്രാമം മുഴുവൻ നടന്നു കണ്ടു. അതിമനോഹരമായ ഒരു ഗ്രാമം വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അരികിലൂടെ ആമസോൺ നദി ഒഴുകിപ്പോകുന്നു. മത്സ്യബന്ധനവും അല്പം കൃഷിയും നായാട്ടുമെല്ലാമാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ തൊഴിൽ. അവരങ്ങനെ നദിയുടെ കരയിൽ നിൽക്കുന്ന സമയം കൊബ്ര അവർക്കരികിലേക്ക് വന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ഇവിടുത്തെ ആളുകൾ ഏറെ മാറിയിരിക്കുന്നു. ഏകദേശം 20-25 വർഷമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട്. ഞാൻ പോകുമ്പോൾ കണ്ട ഗ്രാമമല്ല ഇത്. അതിൽ നിന്നും തികച്ചും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആളുകളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം മാറി. അങ്ങനെ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒലീഗയും ഇവാനും കൊബ്രയോട് പറഞ്ഞു, ഞങ്ങൾ നാളെ വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ വനമൊന്നും വലിയ പിടുത്തമൊന്നുമല്ല. അവിടേക്ക് പോയാൽ തന്നെ തിരികെ വരാനുള്ള വഴിയും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതിനാൽ ഈ ഗ്രാമത്തിൽ നിന്നും ആരെയെങ്കിലും ഞങ്ങളുടെ കൂടെ വരുവാൻ ഞങ്ങൾക്ക് ലഭിക്കുമോ? ഈ ചോദ്യമായിരുന്നു അയാൾ ചോദിച്ചത്. കൊബ്ര അപ്പോൾ പറഞ്ഞു, ചോദിക്കാം, തിരക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളിനെ ഇവിടുന്ന് കിട്ടുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഗ്രാമത്തിലേക്ക് നടന്നുപോയി. പിന്നീട് അയാളെ കാണുന്നത് വൈകുന്നേരമാണ്. അതായത് രാത്രിയോടടുത്ത് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ ഞങ്ങളുടെ കുടിലിലേക്ക് വന്നു. ഞങ്ങൾക്കുള്ള ആഹാര സാധനങ്ങൾ തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനെല്ലാം അവരോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾ വനം കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരാളെ കൊണ്ടുപോകാൻ സാധിക്കും.
അയാൾക്ക് വനത്തെപ്പറ്റിയും ഇവിടുത്തെ ജീവജാലങ്ങളെപ്പറ്റിയും നല്ല അറിവാണുള്ളത്. അയാൾ നിങ്ങളെ സഹായിച്ചേക്കാം. അവൻ്റെ പേര് ഫത്തേര എന്നാണ്. അവൻ ഏകദേശം 20 വയസ്സ് പ്രായം കാണും. ഇവിടുത്തെ വനത്തെപ്പറ്റിയും ഇവിടുത്തെ ജീവജാലങ്ങളെപ്പറ്റിയും അവനോടുള്ള അറിവ് ഇവിടെ ആർക്കും തന്നെ ഉള്ളതായി എനിക്കോ ഇവിടുത്തെ ആളുകൾക്കോ അറിയില്ല. അവനറിയാത്ത വഴികളില്ല, അവനറിയാത്ത പ്രദേശങ്ങളില്ല. അവൻ നിങ്ങൾക്ക് പറ്റിയ ആളായിരിക്കും. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ ഫത്തേര അവരുടെ കുടിലിൻ്റെ വാതിക്കൽ വന്ന് നിന്നു. അവരെ വിളിച്ചുണർത്തിക്കൊണ്ട് വനത്തിലേക്ക് യാത്ര തുടങ്ങി. അവരുടെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. ആമസോൺ വനത്തിലൂടെ ഉൾക്കാടുകളിലേക്കുള്ള യാത്ര. അതിമനോഹരമായാണ് അവൻ ആ കാട് അവർക്ക് വർണ്ണിച്ചു കൊടുത്തത്. വള്ളിപ്പടർപ്പുകളും അവിടെ വളർന്നു നിൽക്കുന്ന ചെടികളും മരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമം. വനത്തിനുള്ളിലേക്ക് നടന്നു കയറുന്തോറും വനത്തിൻ്റെ കട്ടി പതിയെ കൂടി വരുവാൻ തുടങ്ങി. അവിടെ കാണുന്ന ജീവജാലങ്ങളുടെ മട്ടും ഭാവവും അതിനോടൊപ്പം മാറുവാനും. ഏകദേശം ഉച്ചവരെ അവനൊപ്പം ആ വനം മുഴുവൻ കണ്ടു നടന്നു. അരുവികളും ചെറു വെള്ളക്കുഴികളുമെല്ലാം അവൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. നദിയോരത്തൂടെയുള്ള യാത്രയും അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു. ഒരു സുഖമായിരുന്നു ഞങ്ങൾക്ക് പകർന്നു നൽകിയത്. അങ്ങനെ തിരികെ വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഗ്രാമത്തിലേക്ക് നടന്നു വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവാൻ അവനോട് ചോദിച്ചു, നിനക്ക് ജാഗ്വാറുകളെ പറ്റി അറിയുമോ? കരിമ്പുലികളെ പറ്റി അറിയുമോ? അവൻ പറഞ്ഞു, അറിയാം. അവൻ്റെ മുഖത്ത് യാതൊരു ഭയവും അവർ കണ്ടില്ല. കരിമ്പുലിയെ പറ്റിയും ജാഗ്വാറെ പറ്റിയും എല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അവൻ ചോദിച്ചു. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് വനം കാണുവാനോ വനത്തെപ്പറ്റി പഠിക്കുവാനോ അതിനൊന്നുമല്ല. ജാഗ്വാറുകളെയോ അല്ലെങ്കിൽ കരിമ്പുലികളെയോ വേട്ടയാടി കൊല്ലുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഇവിടെ വരുന്നത് വരെ തീരുമാനിച്ചിരുന്നത് ഒരു ജാഗ്വാറിനെ പിടിച്ചു കൊല്ലണം, അത് കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് പോകണം എന്നതാണ്. എന്നാൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കൊബ്ര ഞങ്ങളോട് പറഞ്ഞ വിവരമനുസരിച്ച് എനിക്കൊരു കരിമ്പുലിയെ തന്നെ കൊന്നേ മതിയാവുകയുള്ളൂ എന്ന് അയാൾ ഉറപ്പിച്ച് അവനോട് പറഞ്ഞു. അവനപ്പോൾ അയാളെ തന്നെ തുറച്ചു നോക്കി, ഒന്ന് ചിരിച്ചു. അതിനെന്താ സാർ, നമുക്ക് വഴിയുണ്ടാക്കാം. കരിമ്പുലിയെ തന്നെയല്ലേ നിങ്ങൾക്ക് കൊല്ലേണ്ടത്? അതിനുള്ള വഴിയും സാഹചര്യവും ഞാൻ ഒരുക്കി തരാം. എനിക്കറിയാവുന്ന ഒരു വഴിയുണ്ട്. ആ വഴി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ വനത്തിൻ്റെ ഉൾവനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. അവിടെ ഒരു ചെറിയൊരു മടയുണ്ട്. ഒരിക്കൽ ഞാൻ ആ മടയുടെ അരികിൽ വെച്ച് ഒരു കരിമ്പുലിയെ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു. ഉറപ്പായും അവൻ അവിടെ തന്നെ ആയിരിക്കാം താവളം കൂട്ടിയിരിക്കുക. നമുക്ക് എന്തായാലും അവിടെയൊന്ന് പോയേക്കാം, പക്ഷേ ഇപ്പോഴല്ല, സമയമാകുമ്പോൾ, അവൻ പറഞ്ഞു. എന്തായാലും ആ പയ്യൻ ആ വിവരം വന്ന് അവിടുത്തെ ആളുകളോടും പറഞ്ഞിരുന്നു. ആളുകൾ അവരുടെ കുടിലുകളിലേക്ക് പോയി സത്യമാണോ എന്നറിയുവാൻ വേണ്ടി. അവർ ഇത് സത്യമാണെന്ന് അവരോട് പറഞ്ഞു. കൊബ്ര അവരെ ഒന്ന് നോക്കി അത്ഭുതത്തോടെ. എന്താണ് ഇവർ പറയുന്നത്? എന്താണ് ഇവർ എന്നോട് പറഞ്ഞത് എന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചത്. എന്നാൽ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയെടുത്തില്ല. അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവർ പറഞ്ഞു, ശരി, ഇവനെ ഒറ്റയ്ക്ക് നിങ്ങൾക്കൊപ്പം ഇനിയും വിടില്ല. ഇവനൊപ്പം 2 പേരെയും കൂടി അയക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോകുവാനോ അതിനെ നോക്കുവാനോ സാധിക്കും. അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ അവരെ വന്ന് വിളിച്ചത് കൊബ്രയായിരുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണോ? ഇവാൻ പറഞ്ഞു, അതെ, ഉറച്ചതാണ്. ഒരു മാറ്റവുമില്ലാത്ത തീരുമാനമാണ്. ഞങ്ങൾ കൊല്ലുവാൻ വന്നത് അവനെയാണ്. അവനെ കൊന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വനം ഇറങ്ങുകയുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ കൊബ്ര പറഞ്ഞു, ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ഇന്നലെ നിങ്ങളുടെ കൂടെ ഒരാളെ പറഞ്ഞു വിട്ടില്ലേ? അവനൊപ്പം ഞാനും കൂടി വരാം. നിങ്ങൾക്കൊരു സഹായമാണെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. ഗ്രാമത്തിൽ നിന്നും ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അങ്ങനെ ഏകദേശം 10-15 മൈൽ അവർ നടന്നു കാണണം. അങ്ങനെ അവസാനം അവരെത്തിച്ചേർന്നത് ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തിന് അരികിലാണ്. അവിടെ എത്തിയപ്പോൾ അവർ അവിടെ നിൽക്കുവാൻ പറഞ്ഞു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഇതുവഴി പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പോകുവാൻ. അനോകോണ്ടകൾ ഈ ചതുപ്പിനിടയിൽ എവിടെയെങ്കിലും അവ പതുങ്ങിയിരിക്കും. ഒരുപക്ഷെ അവരെ ചവിട്ടുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ചുറ്റുവാനും വരിഞ്ഞു മുറുക്കുവാനും ഇടയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം, ഒടിഞ്ഞു ഞുറുങ്ങിപ്പോയേക്കാം. അങ്ങനെ ഒരു മുൻകരുതൽ കൊടുത്തതിന് ശേഷം അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് മുറിച്ചെടുത്തു. അതിനുശേഷം അവർ ചതിപ്പിലൂടെ മുന്നിലേക്ക് കുത്തി നടക്കുവാൻ തുടങ്ങി. അതിന് പിന്നാലെ ഈ 4 പേരും, ഇവാനും ഒയ്ഗയും ഇഗ്ഗോറും മിലാങ്കയും. 4 പേരും റൈഫിൾ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഏത് നിമിഷവും എടുത്ത് പൊട്ടിക്കുവാൻ പാകത്തിന്. അങ്ങനെ കുറച്ചു സമയം നീണ്ടു നിന്ന നടപ്പിനൊടുവിൽ അവർ ആ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ നിന്നും അവൻ പറഞ്ഞതുപോലെ ഒരു പാറക്കെട്ടിൻ്റെ വിടവിന് സമീപത്തേക്കും. ഇനിയും അറിയേണ്ടത് ഇതിനുള്ളിൽ ആ കരിമ്പുലി ഉണ്ടോ എന്നതാണ്. അതറിയുവാൻ എന്താണ് വഴി? അവർ ചിന്തിച്ചു. അതിനൊരു വഴിയുണ്ട്. വർഷ പറഞ്ഞു. അതെന്താണ്? ഇവാൻ ചോദിച്ചു. അത് വേറെയൊന്നുമല്ല, ആ വിടവിലേക്ക് നമുക്ക് അമ്പുകൾ എയ്യാം.
അമ്പുകൾ കൊള്ളുകയാണെങ്കിൽ അവൻ ഉറപ്പായും പുറത്തേക്ക് ഓടി വരും. അങ്ങനെ ഓടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ വെടിവെച്ചിടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിലേക്ക് അമ്പുകൾ തുരുതുര അയച്ചു. എന്നാൽ അതിനൊന്നും മറുപടി ഉണ്ടായില്ല. അമ്പുകൾ ആ വിടവിൻ്റെ അങ്ങേയറ്റത്തെ പാറക്കെട്ടിൽ വന്ന് തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം വളരെ വ്യക്തമായി തന്നെ അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. അതിലൂടെ ആ ഗുഹയ്ക്കുള്ളിൽ ആരും തന്നെ ഇല്ല എന്ന ബോധ്യം അവർക്ക് വന്നു. അവർ ചുറ്റുപാടും ഒന്ന് പരതി, എന്തെങ്കിലും അടയാളങ്ങൾ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി. അങ്ങനെ തിരഞ്ഞതിനൊടുവിൽ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത് അധികം പഴക്കമില്ലാത്ത ഒരു കാലടയാളമാണ്. അതിപ്പോൾ നടന്ന് നീങ്ങിയിരിക്കുന്നത് തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. അങ്ങനെ പതിയെ അവിടെ നിന്ന് അവർ ആ പാടുകൾ പിന്തുടർന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചു. അവിടേക്കുള്ള യാത്ര അതികഠിനമാണ്. വനത്തിന്റെ കട്ടി വല്ലാതെ കൂടുവാൻ ആരംഭിച്ചു. വള്ളികളും പടർപ്പുകളും എല്ലാം അവിടേക്കും ഇവിടേക്കുമെല്ലാം തൂങ്ങിക്കിടക്കുന്നു. 1 മൈൽ സഞ്ചരിക്കുവാൻ ഏകദേശം 1/4 മണിക്കൂറോളം എടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്ചര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. യാഥാർത്ഥ്യം എന്താണെന്നാൽ നമുക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന വള്ളികളോ ചെടികളോ കുറ്റിക്കാടുകളോ എല്ലാം വെട്ടിമാറ്റി മാത്രമേ നമുക്ക് മുന്നിലേക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നടന്നില്ല എങ്കിൽ തിരികെ വരുമ്പോൾ ഉറപ്പായും വഴിതെറ്റുവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ വഴിതെറ്റിയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇവിടേക്ക് മടങ്ങിയെത്തുവാൻ സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള അവരുടെ നടത്തം വന്ന് അവസാനിച്ചത് ഏകദേശം 3 മൈലുകൾക്കപ്പുറമുള്ള ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്കാണ്. ആ മരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഈ വനത്തിൻ്റെ അത്രയും പ്രായം വരുമെന്നാണ്. അത്രയും വലിയൊരു മരമായിരുന്നു അത്. ഞങ്ങൾ 5 പേര് ചുറ്റിപ്പിടിച്ചാൽ പോലും ആ മരത്തിൽ എത്താത്ത രീതിയിൽ അത്രയും വലിപ്പമുള്ള ഒരു മരം. ആ മരത്തിൻ്റെ പൊക്കം പറയുവാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും വലിയൊരു മരമായിരുന്നു അത്. എന്തായാലും ഞങ്ങൾ ആ മരത്തിന് അരികിലേക്ക് പോയില്ല. അല്പം ദൂരെ തന്നെ മാറി നിന്നു. ചുറ്റുപാടും നിരീക്ഷിച്ചു. അവൻ ഇവിടെ എവിടെയോ പതുങ്ങിയിരിക്കുകയാണ്, കൊബ്ര പറഞ്ഞു. ഒന്നുകിൽ അവന് നമ്മൾ വന്നത് അവൻ കണ്ടു കാണണം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഗന്ധം അവന് കിട്ടിക്കാണണം. ഒന്നുകിൽ അവൻ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറിക്കാണണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ആ മരത്തിന് മുകളിൽ തന്നെ അവൻ കാണും, ഏതെങ്കിലും ഒരു ശിഖരത്തിന് മറവിൽ, അതിൻ്റെ തണലിൽ. ആരോടും ഒന്നും ആലോചിക്കാതെ പറയാതെ ഇഗോർ ഒരു ബുദ്ധിമോശം കാണിച്ചു. അവൻ ആ മരത്തിൻ്റെ കൊമ്പ് ലക്ഷ്യമാക്കി ഒരു വെടി പൊട്ടിച്ചു. അപ്പോൾ മാത്രമാണ് ഇവാനും ബാക്കിയുള്ളവരും അത് ശ്രദ്ധിച്ചത്. ഇനി എങ്ങാണം ആ മരത്തിൻ്റെ കൊമ്പിൽ അവൻ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് പേടിപ്പിക്കുക എന്നതു മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നാൽ അയാൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. ആ മരത്തിൻ്റെ ശിഖരം എല്ലാ മരങ്ങളുമായി പരസ്പര പൂരകമായി ബന്ധിപ്പിച്ചു കിടക്കുകയാണ്. ഒരു മരത്തിൽ കയറിയാൽ ഏതു മരത്തിലേക്ക് വേണമെങ്കിലും നടന്നു പോകുവാൻ സാധിക്കും. ആ രീതിയിൽ എല്ലാ മരങ്ങളും പരസ്പരം മുട്ടിയൊരുമിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് സമയം അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നില്ല, അവൻ എവിടെയാണെന്ന് അറിയുവാൻ വേണ്ടി. മരത്തിന് മുകളിൽ നിന്നും ഒയ്കയുടെ മുകളിലേക്ക് അവൻ ചാടി വീണു. അവൻ പതുങ്ങിയിരുന്നത് മറ്റെവിടെയും ആയിരുന്നില്ല. അവർ നിന്നിരുന്ന മരത്തിന് ചുവട്ടിലെ മരത്തിന് മുകളിലായിരുന്നു. വെടിവെച്ച കേട്ടപ്പോൾ അവൻ ആകെ അസ്വസ്ഥനായി കാണണം. അവൻ്റെ മുന്നിൽ താഴെ കണ്ടത് ഒയ്കയായിരുന്നു. ഒയ്കയുടെ മുകളിലേക്ക് അവൻ ചാടി വീണു. അവളുടെ കഴുത്ത് കടിച്ചൊടിച്ചു. എല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. പിന്നീട് അവൻ ചാടി വീണത് കൊബ്രയുടെ മുകളിലേക്കായിരുന്നു. കൊബ്രയുടെ നെഞ്ചിൽ അവൻ ആഴത്തിൽ മുറിവുണ്ടാക്കി. അപ്പോഴേക്കും ഇവാൻ്റെ തോക്ക് ഗർജിച്ചു. തോക്കിൻ്റെ തിര അവൻ്റെ കഴുത്തിലേക്ക് വന്നടിച്ചു. കഴുത്തിൽ നിന്നും രക്തം ചീറ്റുവാൻ തുടങ്ങി. വേദനയാൽ അവൻ വശത്തേക്ക് തെറിച്ചു വീണു. പിന്നീട് അവൻ വനത്തിലേക്ക് ഓടി മറയുവാൻ ശ്രമിച്ച സമയം ഇഗ്വയും മിലാങ്കിയും മാറി മാറി അവന് നേരെ നിറയൊഴിച്ചു. ആ തിരകൾ വന്ന് തറച്ചത് അവൻ്റെ പിൻകാലുകളിലായിരുന്നു. അവൻ്റെ വേഗത നഷ്ടമായി. പിന്നീട് അടുത്ത വെടി പൊട്ടിയത് ഇവാൻ്റെ തോക്കിൻ കുഴലിൽ നിന്നായിരുന്നു. അത് കൃത്യം ആ കരിമ്പുലിയുടെ തലയൂട്ടി തകർത്തു. അവൻ അനക്കമറ്റ് അവിടെ വീണു. ഒലീഗയുടെ ഭാഗത്തു നിന്നും യാതൊരു ശബ്ദമോ ഒന്നും ഉണ്ടായില്ല, ഒരു ഞെരുക്കം മാത്രം. കൊബ്ര കടന്ന് വേദനയാൽ പുളയുകയാണ്. രക്തം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവാൻ താൻ ധരിച്ചിരുന്ന ഉടുപ്പ് ഊരിയെടുത്ത് ചുരുട്ടി അവൻ്റെ മുറിവിലേക്ക് അമർത്തി പിടിച്ചു. രക്തത്തിൻ്റെ പ്രവാഹം തടഞ്ഞു. ഇഗോറിനോട് അത് അമർത്തി പിടിക്കുവാൻ പറഞ്ഞതിന് ശേഷം അവൻ നടന്നു പോയത് ഒലീഗയുടെ അരികിലേക്കാണ്. ഒലീഗയ്ക്ക് അനക്കമുണ്ടായിരുന്നില്ല, ഒരു ഞരക്കം മാത്രമായിരുന്നു. ഒലീഗയുടെ അരികിലേക്ക് ഇവാൻ എത്തി. അവളുടെ തല അവൻ്റെ മടിയിലേക്ക് കിടത്തി. അവളുടെ കണ്ണുകൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ പറയാൻ വിമ്പി. എന്നാൽ ഒരു ശബ്ദവും അവളുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. എങ്കിലും എന്തായിരുന്നു അവനോട് അവൾക്ക് പറയാനുള്ളതെന്ന് അവളുടെ കണ്ണുകൾ അവനോട് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ആ കണ്ണുകൾ തുറന്നില്ല.
ആ കണ്ണുകൾ അടഞ്ഞു. എന്നേക്കുമായി കൊബ്രയെ താങ്ങി പിടിച്ചുകൊണ്ടും അതുപോലെ ഒലീഗയുടെ ശരീരം വഹിച്ചുകൊണ്ടും കരിമ്പുലിയുടെ ശരീരം എടുത്തുകൊണ്ടും അവർ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ ഇവാൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവർക്ക് വേദന പിടിച്ചടക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. നിർഭാഗ്യം വീണ്ടും അവരെ പിന്തുടർന്നു. ഗ്രാമം എത്തുന്നതിന് മുന്നേ കെബ്രയും മരണപ്പെട്ടു. നല്ല ആഴമേറിയ മുറിവാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതിലൂടെ രക്തം നല്ല രീതിയിൽ തന്നെ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഏകദേശം സന്ധ്യയായപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ട 3 ശരീരവും വഹിച്ചുകൊണ്ട് അവർ ഗ്രാമത്തിലെത്തിച്ചേർന്നു. ആദിവാസി ഊരിലെ ആളുകളെ വിളിച്ചു വരുത്തി. എന്താണ് കാര്യമെന്ന് അറിയുവാൻ വേണ്ടി അവർ അവിടേക്ക് ഓടിക്കൂടി. നടുക്കുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നതെന്ന് അവർ പറഞ്ഞു. ഒയ്യയുടെ ശരീരം വഹിച്ചുകൊണ്ട് അവർക്കിനിയും നാട്ടിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അവർ മറ്റെന്തെങ്കിലും വഴി നോക്കണം. വനത്തിലൂടെ എടുത്തുകൊണ്ടു പോകാൻ അസാധ്യവുമാണ്. അതിനാൽ തന്നെ അവരുടെ ശരീരം ആ വനത്തിൽ തന്നെ മറവ് ചെയ്തു. ഹിഗോറും മിലാങ്കയും പയ്യന്റെ സഹായത്തോടെ ലറ്റീഷ്യയിലെ ആ പട്ടണത്തിലേക്ക് തിരികെ എത്തി. എന്നാൽ ലിവാൻ അവിടെ നിന്നും മടങ്ങിപ്പോകുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് ഇവിടെ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു. അതിനാൽ പിന്നീടുള്ള ശിഷ്ടകാലം അയാൾ അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു. തനിക്കും തൻ്റെ മനസ്സിലെ പ്രണയം അവളുമായി പങ്കുവെക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ വിഷമമായിരിക്കാം അയാളെ വല്ലാതെ തളർത്തിയത്, ഒറ്റപ്പെടുത്തിയത്. അതുമാത്രമല്ല, ആമസോൺ വനത്തിലുള്ള ജാഗോറകളെയും അതുപോലെ കരിമ്പുലികളെയും വേട്ടയാടാമെന്നുള്ള പദ്ധതി ഇവാൻ്റെ മാത്രമായിരുന്നു. ഒരു പക്ഷേ അതിലുള്ള കുറ്റബോധവും കാരണമായിരിക്കാം അയാൾ തിരികെ മടങ്ങിപ്പോകാഞ്ഞത്. അയാളുടെ സുഹൃത്തുക്കൾ ഒരുപാട് അവനെ വിളിച്ചിരുന്നു. പക്ഷേ അവൻ പോകുവാൻ കൂട്ടാക്കിയില്ല. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.